ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് വ്ളോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനും ഇവിടെ രാവിലെ കുശാലായിട്ട് ഫുഡ് കഴിക്കുവാണ് കേട്ടോ. പിള്ളേഴ്സൊക്കെ സ്കൂളിൽ പോയി, ഇക്ക ജോലിക്ക് പോയി, പിന്നെ ഞാനും ഇക്കയുടെ വാപ്പായേ ഉള്ളൂ. വാപ്പ കിടക്കുവാണ്. അപ്പം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് ഇവിടെ വന്നിരുന്നു. പതുക്കെ ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, സാമ്പാർ, ഡാൽ കറി, അതുപോലെ ഒരു ഓംലേറ്റ്. ഇതാണ് കേട്ടോ ഇന്നത്തെ മെനു. ഒപ്പം ഒരു കട്ടൻ ചായയും. ഏറ്റവും കൂടുതൽ എന്നെ അലട്ടുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തലേന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ, നാളെ രാവിലെ എന്തുണ്ടാക്കും, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ചെയ്യാമെന്നൊക്കെ ഉള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വീട്ടിലും ഈ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം. മുമ്പൊക്കെ എൻ്റെ ഉമ്മ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, രാവിലെ ഇനി കാപ്പിക്ക് എന്താണെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന്. എന്തെങ്കിലുമൊക്കെ ഉമ്മ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കഴിക്കാമെന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഒരു രീതി. ഇപ്പം ഞാൻ അതേ അവസ്ഥയിലെത്തിയപ്പോൾ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് രാവിലെ എന്തുണ്ടാക്കും, പിള്ളേർക്ക് എന്ത് കൊടുത്തു വിടും, ഉച്ചയ്ക്കലത്തേക്ക് എന്തുണ്ടാക്കും, രാത്രി എന്താ ചെയ്യുക, ഇങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യം കേട്ടോ. പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ജോലിയൊന്നും തീരാത്ത പോലെ തോന്നും, ഒന്നും സെറ്റാവാത്ത പോലെയും തോന്നും. എന്നാൽ രാത്രി ഓക്കെ നാളെ ഇതുണ്ടാക്കാം എന്നുള്ള പ്ലാനിങ്ങോടുകൂടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കാനും ഒരു ഉത്സാഹമായിരിക്കും. കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനും പറ്റും കേട്ടോ. കുറേ ആയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഉള്ളതാണ്, എന്തെങ്കിലും ഒരു അടുക്കും ചിട്ടും ഒരു ടൈം ടേബിൾ സെറ്റാക്കണം, എന്നിട്ട് അതനുസരിച്ചിട്ട് പോകണം എന്നൊക്കെ. അപ്പോൾ അതിങ്ങനെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇന്നിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് തന്നെ നമുക്ക് ആ ഒരു പരിപാടി അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള കാര്യം. ഒരാഴ്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്നുള്ള കാര്യം ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചുമ്മാ ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം, എന്നിട്ട് അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചേ. എന്തൊക്കെ ഉണ്ടാക്കണം, പിള്ളേർക്കും ഇക്കാക്കും എനിക്കും എല്ലാവർക്കും വാപ്പാക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള സംഭവമായിരിക്കണം, ഹെൽത്തി ആയിരിക്കണമല്ലോ. രാവിലെ നമുക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഹെവി ഫുഡും കാര്യങ്ങളൊന്നും സെറ്റാക്കാനും പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കുട്ടി ടൈം ടേബിൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്ത് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയൊക്കെ വരും വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരാഴ്ചത്തേക്ക് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കൂലേ. നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും, ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാനിവിടെ എന്തൊക്കെയാണ് എഴുതി വെക്കുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തിങ്കളാഴ്ച നമുക്ക് ദോശയും കടലയാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കടലയൊക്കെ നമുക്ക് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് സെറ്റാക്കിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, രാവിലെ എണീക്കണം, കടല വേവിക്കാൻ വെക്കണം, പിന്നെ ദോശ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ഐഡിയ വരുമ്പോൾ തന്നെ ഒരാശ്വാസമാണ്. അതുപോലെ ചൊവ്വാഴ്ച നമുക്ക് അപ്പവും ഗ്രീൻ പീസ് കറിയാക്കാം കേട്ടോ. ബുധനാഴ്ച കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് പുട്ട് പിടിക്കാം. ഇവിടെ കൂടുതൽ ദിവസവും രാത്രി പുട്ടായിരിക്കും കേട്ടോ. കൂടുതൽ ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും, ഒന്നുകിൽ പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവ്. ഇക്കാക്കാണ് ഈ രണ്ട് സംഭവങ്ങളും കൂടുതലായിട്ട് വേണ്ടി വരിക. അതുമാത്രമല്ല നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം നോക്കിയിട്ട് അതായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ തയ്യാറാക്കുന്ന സംഭവങ്ങളെല്ലാം രാവിലത്തേക്കും രാത്രിയത്തേക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ദോശ രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ടും ദോശ മാവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ദോശ തന്നെ ഉണ്ടാക്കിയാൽ മതി. അതുപോലെ ബുധനാഴ്ച പുട്ടെന്ന് പറഞ്ഞില്ലേ, പുട്ടിന് കടലയും പഴം, പപ്പടം, മുട്ട, പയർ ഇതിലേതെങ്കിലും നമുക്കപ്പോൾ പറ്റുന്ന കാര്യം സെറ്റാക്കാം. അതിൽ കടലക്കറി മസ്റ്റായിട്ടും വേണം, കാരണം ഇവിടെ പുട്ടിന് കറി കൂട്ടുന്നവരാണ് കൂടുതലും. എനിക്കാണ് പഴം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പപ്പടവും മുട്ടയും പയറും ഒക്കെ വേണ്ടി വരിക. അപ്പം നമുക്ക് അത് ഉള്ളതുപോലെ നോക്കാം. പിന്നെ വ്യാഴാഴ്ചത്തെ സംഭവം എന്ന് പറയുമ്പോൾ ദോശയും ഡാൽ കറിയാക്കാം കേട്ടോ. അപ്പം ഞാൻ ദാ ഇവിടെ ഇത്രയും എഴുതിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നമുക്ക് പൂരിയും ഉരുളൻകിഴങ്ങ് കറിയും, ശനിയാഴ്ച ഇഡ്ഡലി സാമ്പാറും, ഞായറാഴ്ച അപ്പവും മുട്ടക്കറിയും. ഇത്രയാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കോമഡി ആയിട്ട് തോന്നിയാലും സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങി രാവിലെ സമാധാനത്തോടു കൂടി എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആയാലേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൂടി ഒന്ന് എഴുതി വെക്കാം. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് എഴുതാം. ഇവിടെ കടലയും ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് എഴുതി
സെറ്റാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. നമുക്ക് ഒരാഴ്ചയ്ക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചാൽ രാത്രിയും രാവിലെയും ഉള്ള ഫുഡ് ഓക്കെയാണ്. പിന്നെ ഉച്ചക്കലത്തേക്കുള്ളത് മതി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് വേറെ തന്നെ ഒരു സംഭവം സെറ്റാക്കണം. ഈ ഒരു 6 ദിവസം അവർക്ക് സ്കൂളുണ്ട് കേട്ടോ. ഞാൻ ശനിയാഴ്ച റൈഹുവിന് സ്കൂളുണ്ട്. അപ്പോൾ 6 ദിവസത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇതൊക്കെ ഉണ്ടാക്കുന്ന കുട്ടി കുട്ടി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇത് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതിയെടുത്തോളൂ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടയിൽ പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറയാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് എത്ര ദിവസത്തിനുള്ളിൽ ഞാൻ പ്രാവർത്തികമാക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആദ്യം നമുക്കൊന്ന് എഴുതി വെക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണം, എന്നിട്ട് നമുക്കത് പ്രാവർത്തിയാക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.